വാർത്തകൾ വായിക്കുന്നത് അനുജി. രാജ്യം 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച വേളയിൽ അങ്കമാലി BRCയിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി. മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ BPC ഷീജ രത്നം അധ്യക്ഷയായിരുന്നു. ജെൻസൺ PTA മെമ്പർമാരായ ഷൈജു KT, ബിന്ദു ബേബി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ജോമി ടോമി, റിൻസി KS തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഇന്ത്യയിലെ 78ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നമ്മൾ നാളെ ആഘോഷിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പ്രത്യേക പരിഗണന അറിയിക്കുന്ന BRC അങ്കമാലിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലും ഉള്ള കുട്ടികളുടെ സ്വാതന്ത്ര്യദിന ആഘോഷം നമ്മൾ ഇന്ന് കൊണ്ടാടുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എനിക്ക് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാമിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട BPC ഷീജ രത്നം ടീച്ചറാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മെ നയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ BPC ഷീജ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് അങ്കമാലി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ശ്രീമതി സിനി മനോജ് ടീച്ചറാണ്. ഇത്ര വലിയ പദവിയൊക്കെ പറയുമ്പോൾ ടീച്ചർ ഒരു അകൽച്ച തോന്നുന്നു, ഫീൽ ചെയ്യണു. നമുക്കറിയാം നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ സിനി ടീച്ചർ ആയിരിക്കുന്നത് ശ്രീ ജെൻസൺ അവറുകളാണ്. അദ്ദേഹത്തിന്റെ ഫാമിലി അവർ വളരെ 2-3 വർഷം മുമ്പ് തന്നെ വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു ദിവസം ആഘോഷം ആയിരിക്കണമെന്നുള്ളത്. അതിൽ ഇന്നാണ് ദൈവം സമയം തന്നത്. നമ്മുടെ മുഖ്യാതിഥികൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല, കുറച്ച് വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ജെൻസൺ, ജോസ് മറ്റേക്കാട്, ജെസ്സി ജോസ്, സീന ജെൻസൺ എന്നിവരെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നത് പാരന്റ്സിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ബിന്ദു ബേബി, ശ്രീ ഡൈജു KT എന്നിവരാണ്. ബിന്ദു ചേച്ചിയും ഡൈജു എന്നെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ബിന്ദു ചേച്ചി ഡൈജു ചേട്ടന്റെ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. അവയുടെ മാതാപിതാക്കൾക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന കർമ്മമാണ്. പതിവിൽ നിന്ന് വിപരീതമായി നിലവിളക്ക് കൊടുക്കാതെ നമ്മുടെ ഒരു കുട്ടിക്ക് ഫ്ലാഗ് നൽകിക്കൊണ്ട് കൊടി നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമ്മുടെ ഒരു കുട്ടിയായ അയാനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ത്യയുടെ അഭിമാനമായ കൊടി പാറി പറക്കട്ടെ. ഭാരതത്തിന്റെ അന്തസ്സും അഭിമാനവുമായ ത്രിവർണ്ണ പതാക അയാന് നൽകിക്കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് ടീച്ചർ നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ ത്രിവർണ്ണ പതാക, അന്തസ്സിന്റെ പ്രതീകമായ ത്രിവർണ്ണ പതാക പാറി പറക്കട്ടെ. രക്ഷാകർതൃപ്രതിനിധികൾ ഡൈജോ ചേട്ടൻ, ബിന്ദു ബേബി, ഭാരതാംബ, ഹീര ടീച്ചർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏറെ സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഏവർക്കും നമസ്കാരം. 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യം. എല്ലാ വർഷവും നഗരസഭ വളരെ വിപുലമായി തന്നെ വർണ്ണശബളമായ റാലിയോടുകൂടി തന്നെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക. നമുക്ക് ഏവർക്കും അറിയാം, ചൂരൽമല, മുണ്ടക്കൈ ഗ്രാമങ്ങളെ 2ആയി പിളർത്തിയ വയനാട് ദുരന്തം. ചെറിയ രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം രാജ്യത്തോടുള്ള സ്നേഹവും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായി നമ്മൾ സ്വാതന്ത്ര്യദിനം കൊണ്ടാടുകയാണ്. ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യനും ഒരു മുസൽമാനും ഒരു പാഴ്സിക്കും ഒരു സിഖുകാരനും ബുദ്ധനും ജൈനിനുമെല്ലാം ഈ ഭാരത മണ്ണിലെ ഒന്നിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു ബെഞ്ചിലിരുന്ന് വിദ്യാഭ്യാസം നേടുവാനുള്ള അവകാശം ഈ ഭാരത മണ്ണിൽ സാധിക്കുന്നുവെങ്കിൽ അതാണ്
സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഔദ്യോഗിക തീം, ഒഫീഷ്യൽ തീം എന്ന് പറയുന്നത് വികസിത് ഭാരത് എന്നാണ്. വികസിത് ഭാരത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2047 ആകുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സെഞ്ചുറി സെലിബ്രേഷനാണ്. 100 വർഷം തികയാണ്. നമ്മുടെ ഇപ്പോൾ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടാണ്. ദാരിദ്ര്യവും അസമത്വവും തുടച്ചു നീക്കുന്ന തുടച്ചു മാറ്റിയ ഒരു രാജ്യം സ്വപ്നം കാണുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കും, ഇവിടെ നമ്മുടെ PRC അധ്യാപകര്, മാതാപിതാക്കളിൽ കൂടി വളരെ മനോഹരമായിട്ട് തന്നെയാണ് സ്വാതന്ത്ര്യദിന ആഘോഷം നമ്മുടെ മക്കൾക്ക് വേണ്ടി നടത്തപ്പെടുന്നത്. ഭാരതാംബ നമുക്ക് 2 പേരുണ്ട്. ഗാന്ധിജി ആയിട്ട് നമ്മുടെ മക്കളൊക്കെ സുന്ദരിമാരികളായിട്ട് സോൾജിയറുണ്ട്. എല്ലാം വളരെ മനോഹരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹം, അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുവാൻ, ദേശസ്നേഹത്തെ കെട്ടുറപ്പിക്കുവാനായിട്ട് എല്ലാം നമുക്ക് സാധിക്കുന്നത് ഇതിലൂടെ തന്നെയാണ്, ഈ സുദിനത്തിലൂടെ. ഇവിടെ ആയിരിക്കുന്ന ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും, എല്ലാ മാതാപിതാക്കൾക്കും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി അതിനൊരു ചെറിയ വിരുന്നായി ഒരുക്കി തന്ന നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ ദുരന്തം, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വലിയ ആഘോഷ ചടങ്ങുകളൊന്നും നടക്കുന്നില്ല. എങ്കിലും 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം ഒരു ഓർമ്മ പുതുക്കൽ പോലെ എല്ലാ വർഷവും അതേപോലെ ഈ വർഷവും ചെറിയ രീതിയിലായാലും നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ധീര ജവാന്മാർ നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചു. അവരുടെയൊക്കെ ഒരു ചെറിയ പതിപ്പെന്നോണം നമ്മുടെ ഈ പ്രച്ഛന്നാവേശം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ റാലിയിൽ കുഞ്ഞു മഹാത്മാഗാന്ധിയും കുഞ്ഞു ചാച്ചാജി നെഹ്റുവും ഭാരതാംബയും ഒക്കെ അതിൻ്റെ പ്രതിധ്വനികളായി മാറിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ പരിപാടിക്ക് മോടി കൂട്ടുന്നുണ്ട്. ജൻസൺ കുടുംബത്തിനും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നൽകുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 78ാം സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ മഹാത്മാഗാന്ധി, അവിടെ വീര നേതാക്കളും നമുക്ക് നേടിത്തന്ന 78ാം സ്വാതന്ത്ര്യം. പക്ഷേ വയനാട് ദുരന്തം കാരണം നമ്മൾ വളരെ ചെറുതായി ആഘോഷിക്കുന്നുവെങ്കിലും നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം വളരെ വിലപ്പെട്ടതാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നമ്മുടെ ധീരജവാന്മാരെയും മറ്റും നമുക്ക് സ്വാതന്ത്ര്യം തന്ന എല്ലാ വിശുദ്ധ ആത്മാക്കളെയും നമ്മൾ ആദരിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇങ്ങനെ അവസരം തന്ന എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. 1947 ഓഗസ്റ്റ് 15-നാണ് 200ഓളം വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ മോചിതമായത്. നമ്മൾ സാധാരണ ദേശീയ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തും ഒക്കെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുള്ളത്. അതുപോലെ ഏറ്റവും ഒരു ചെറിയ രീതിയിലാണ് നമ്മൾ ഈ വർഷം ആഘോഷിക്കുന്നത്. അതുപോലെ ഒരു ചടങ്ങിന് കുട്ടികളെ കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും വന്ന ഫാമിലിക്ക് പ്രത്യേകം ആദ്യം തന്നെ നന്ദി പറയുന്നു. 78ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നു. അതുപോലെ ജവാന്മാരെ നമ്മൾ സ്മരിക്കുക, ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാം. ജയ് ഹിന്ദ്. എല്ലാവർക്കും നല്ലൊരു കയ്യിൽ കൊടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ബിരുദ സൽക്കാരം നൽകുന്നത് ശ്രീ ജൻസൺ ഫാമിലിയുമാണ്. ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും പേരിൽ നന്ദിയോടുകൂടി ഈ വേദിയിലേക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും സ്വാഗതം ക്ഷണിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജൻസൺ, സീന ജൻസൺ, മക്കൾ, അദ്ദേഹത്തിന്റെ അമ്മ, അച്ഛൻ. അപ്പോൾ നമുക്കത് നല്ലോണം അത് ഉപകരിക്കാമെന്ന് തോന്നി. ഞങ്ങളങ്ങനെ ഓക്കെ, നമുക്ക് ആ ദിവസം തന്നെ നമ്മൾ അവൈലബിൾ ആയിരുന്നു, നമുക്കങ്ങനെ ചെയ്തു. അതൊരു വലിയൊരു കാര്യമായിട്ട് സ്റ്റേജിൽ ക്ഷണിക്കുന്നു ഞാൻ മനസ്സിലോട്ടും വിചാരിച്ചില്ല. എന്നിരുന്നാലും ഒത്തിരി സന്തോഷം. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്കും പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ പേരിൽ ഞാൻ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.
BRC ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അതിന്റെ പരിപാടിക്ക് മാറ്റുകൂട്ടാനായിട്ട് ശ്രീ ജെൻസന്റെയും കുടുംബത്തിന്റെയും സഹായഹസ്തവും നമ്മുടെ നേതൃത്വം നേടു. അപ്പോൾ ഈ പരിപാടി വളരെ മനോഹരമാക്കി നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. ഇന്ന് ഈ ചടങ്ങിന്റെ ഔപചാരികമായ നന്ദി പറച്ചിലിന് ശ്രീമതി റിൽസി ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്ന് ഏറെ അഭിമാനം തോന്നുന്ന ഒരു ദിനമാണ് സ്വാതന്ത്ര്യ ദിനം. നാളെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന 78ാമത് ആ സ്വാതന്ത്ര്യ ദിനം ഓരോ പൗരനെയും സംബന്ധിച്ചും വളരെ ഏറെ അഭിമാനം തോന്നിക്കുന്ന ഒരു ദിനമാണ്. ഇന്ന് ഈ ദിവസത്തിലെ ഈ വേദിയിലേക്ക് ഇവിടെ കടന്നു വന്ന നമ്മുടെ ഭാരതാംബ ഏന്തിയ ഒരു ത്രിവർണ്ണ പതാകയുണ്ട്. ആ പതാക ഇങ്ങനെ പാറി പറന്നപ്പോൾ അതിന്റെ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ത്യാഗത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒപ്പം പരിശുദ്ധിയുടെ നിറവും അതുപോലെ തന്നെ ഹരിതാപമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയെയും സൂചിപ്പിക്കുന്ന ത്രിവർണ്ണ പതാക ഏറ്റിക്കൊണ്ടുവന്നപ്പോൾ അത് പാറിപ്പറന്നപ്പോൾ ഓരോ പൗരനും ഏറെ അഭിമാനം തോന്നിക്കുന്ന ഒരു ദിനം പോലെ എനിക്ക് തോന്നി. എല്ലാവരുടെയും മനസ്സിൽ അതുപോലെ തോന്നിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസത്തിന് ഈ പ്രോഗ്രാം ഏറെ ഭംഗിയാക്കുവാനായിട്ട് ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരും ഈ വേദി അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം എനിക്ക് നന്ദി പറയാനൊരു ദൗത്യമാണ് എന്നിലുള്ളത്. ആദ്യമായി തന്നെ ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ഷീജാരത്ന ടീച്ചർ നമ്മളോട് ഇങ്ങനെ പറയും, ഓരോ പരിപാടിയിൽ വരുമ്പോൾ മനോഹരമാക്കണം, ഭംഗിയാക്കണം എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും. അതനുസരിച്ച് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ പാരൻസും കൂടിയുള്ള പ്രോഗ്രാം വളരെ ഗംഭീരമാക്കുവാനായിട്ട് നമുക്ക് തോന്നും. കാര്യം വലിയ പ്രോഗ്രാമുകളും വലിയ ആഘോഷങ്ങളൊന്നും ഈ വേളയിൽ ഇല്ല എങ്കിൽ കൂടിയും ചെറിയ രീതിയിലെങ്കിലും വളരെ മനോഹരമാക്കുവാനായിട്ട് നമ്മളോട് എപ്പോഴും ഊർജം പകർന്നു തരുന്ന നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഷീജ ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ അങ്കമാലി BRCയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ അങ്കമാലി നഗരസഭ ചെയർപേഴ്സൺ ആയിട്ടുള്ള സിനി ടീച്ചർ വളരെ നേരത്തെ തന്നെ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നു. നമ്മളിൽ ഒരാളായിക്കൊണ്ട് ഏത് പ്രോഗ്രാമിൽ വിളിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷവതിയായിട്ട് നേരത്തെ തന്നെ എത്തിച്ചേരുകയും എല്ലാ പാരൻസും കുറച്ച് നേരത്തെ തന്നെ വന്നിട്ട് തന്നെ എല്ലാ പാരൻസിനോടും കുട്ടികളോടൊക്കെ ആ സംസാര രീതിയും പെരുമാറ്റവും കാണുമ്പോൾ നമുക്ക് ഏറെ ആകർഷണീയം തോന്നും. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ ഏത് പ്രോഗ്രാമിനായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചറിൻ്റെ ആദരങ്ങളിൽ നിന്ന് ഉരുവിടുന്ന നല്ല വാക്കുകൾ നമുക്ക് ശക്തിയും ഓജസ്സും തേജസ്സും പകർന്നു തരുന്ന വാക്കുകളാണ്. ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ഈ അങ്കമാലി BRCയിലേക്ക് കടന്നു വന്ന ടീച്ചറിനെ ഞങ്ങളുടെ അങ്കമാലി BRCയുടെ സ്നേഹവും ഒപ്പം തന്നെ എല്ലാവിധ നന്ദിയും ടീച്ചറിന് അർപ്പിച്ചുകൊള്ളുന്നു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടും സ്നേഹവിരുന്നോടും കൂടെ ചടങ്ങുകൾ അവസാനിച്ചു. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 773696
4883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.